അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് അള്ളാഹു എന്ന നാമം ഉണ്ടായത് എങ്ങനെ, അള്ളാഹു റബ്ബാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനാണ്. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും. ഖുർആൻ അവതരിച്ച 7-ാം നൂറ്റാണ്ട് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബുദ്ധിക്ക് അള്ളാഹുവിനെ എങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്, ആ വിധത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നത്. അള്ളാഹു എന്ന നാമം ഉണ്ടായത് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ധാരാളം ഇലാഹുകളെ ആരാധിച്ചിരുന്നു. ആ ഇലാഹുകളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പ്രത്യേകമായ ഇലാഹിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതിന് മുൻപായി അൽ എന്ന പദം പ്രത്യേകം ചേർത്തത്. അതായത് ഇലാഹ് എന്നതിനോട് അൽ ചേർന്നപ്പോഴാണ് അള്ളാഹു എന്ന പദം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇനി ഖുർആനിലുടനീളം അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന മറ്റൊരു നാമവിശേഷണമാണ് അള്ളാഹു റബ്ബാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ റബ്ബ് എന്ന് വിളിക്കുന്നത്? അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻറ്റ് പീരിയഡ് സെറ്റ് ചെയ്യുന്നു. ആ നിലനിൽപ്പിന് ആവശ്യമായത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ മതി. അതായത് പ്രകൃതിയിലെ ഏതൊന്നും, അത് ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, അവയൊക്കെയും ശുദ്ധശൂന്യതയിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ്. ഒരു നിശ്ചിത കാലം അവ നിലനിൽക്കുകയും പിന്നീട് അവ നശിക്കുകയും ചെയ്യും. ഉദാഹരണം, 1380 കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചമുണ്ടായിരുന്നില്ല എന്നതാണ് ശാസ്ത്രം പറയുന്നത്. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നുവെന്നും മാറ്ററും എനർജിയും സ്ഥലവും സമയവും ഒക്കെ അപ്പോഴാണ് തുടങ്ങിയതെന്നും പറയുന്നുണ്ട്. ഇത് തന്നെ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ബദിയസ് സമാവാതി വല്ലൗള്, മുൻ മാതൃകകളില്ലാതെ സൃഷ്ടിച്ചവൻ, ആകാശങ്ങളെയും ഭൂമികളെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അവലം യറൽ ലദീന കഫറു അന്ന സമാവാതി വല്ലർള് കാനത് റതഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. ആകാശങ്ങളും ഭൂമിയും മുട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ എന്ന്. വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളും നാം ഉണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ എന്ന്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട്. അതൊരു നിശ്ചിത കാലം നിലനിൽക്കും, തുടർന്ന് അത് തുടങ്ങിയതുപോലെ തന്നെ അവസാനിക്കുമെന്ന്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ റബ്ബ് എന്നാൽ ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കം കുറിക്കുന്നു, ഒരു നിശ്ചിത കാലം വരെ നിലനിൽക്കുന്നു, പിന്നീട് അത് അവസാനിക്കുന്നു. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കത് മനസ്സിലാകും. 500 കോടി വർഷങ്ങൾക്ക് മുൻപാണ് സൂര്യൻ രൂപം കൊണ്ടത്. അതായത് സൂര്യൻ ഇല്ലായിരുന്ന ഒരവസ്ഥയിൽ നിന്നും സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ സൂര്യൻ്റെ ആയുസ് നിശ്ചയിക്കപ്പെടുകയും ആ ആയുസ്സിലുടനീളം നിലനിൽക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ അതിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തവനാണ് റബ്ബ്. അങ്ങനെ ലക്ഷോപലക്ഷം ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിക്കപ്പെട്ടവയ്ക്ക് ഒരു ലൈഫ് സ്പാൻ നിശ്ചയിച്ച് ആ ലൈഫ് സ്പാനിലുടനീളം നിലനിൽക്കാൻ ആവശ്യമുള്ളത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നവനാണ് റബ്ബ്. വിശുദ്ധ ഖുർആൻ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സ്തുതിയൊക്കെയും, ലില്ലാഹി, അള്ളാഹുവിനാണ്, റബ്ബ്, നാഥനായ, അൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും. ആലത്തിൻ്റെ റബ്ബ്, ആലം എന്നാൽ ലോകങ്ങൾ. മറ്റൊരു സ്ഥലത്ത് റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ, റബ്ബ് നാഥൻ, സമാവാത്തി ആകാശങ്ങൾ, വൽ അർള് ഭൂമിയും, വമാ ബൈനഹുമാ ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ളതിൻ്റെയും. അപ്പോൾ സ്വാഭാവികമായും റബ്ബിനെ അറിയണമെങ്കിൽ ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അറിയണം, പഠിക്കണം. ഖുർആനിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയെയും സൃഷ്ടിയിലും രാപകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
പ്രിയപ്പെട്ടവരെ, അറിവ് നേടുക എന്നത് മഹത്തായ ഒരു കാര്യമാണ്. സൃഷ്ടികളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അറിവുള്ളവരാണ് എന്ന് കേട്ടിട്ടില്ലേ? അറിവ് സ്വന്തമാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. നമ്മെ സൃഷ്ടിച്ച റബ്ബിനെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും കുറിച്ച് അറിഞ്ഞിട്ടേ നമ്മൾ മരിക്കാവൂ ഇൻഷാ അള്ളാഹ്. അള്ളാഹു നല്ലത് പഠിക്കാനും നന്മകൾ ചെയ്യാനും അതുവഴി ജന്നാത്തുൽ ഫിർദൗസിലെത്താനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.